ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. നമുക്കിവിടെ സുഖമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗാക്കിയിട്ടുള്ളത് ഞങ്ങളിപ്പോൾ ഇതാ ഹോസ്പിറ്റലിലാട്ടോ. അപ്പോൾ താത്താൻ്റെ ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. അപ്പോൾ ലാബ് റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചൻ്റെ ശേഷമായപ്പോഴാട്ടോ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. മാഷാഅല്ലാഹ് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പെൺകുട്ടിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇതാ കുട്ടീനെയൊക്കെ കണ്ടിട്ടോ. അങ്ങനെ കണ്ടതിന് ശേഷം പിന്നെ എനിക്കിന്ന് 2 ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടാട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ടോ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവിടെ ഷോപ്പിലേക്ക് അപ്പോൾ നൈറ്റിലാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കും ഇതാ കൊണ്ടാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഷോപ്പ്. ഇത് അലങ്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈൻ ഹബ് ആൻഡ് മെറ്റീരിയൽസൊക്കെ ഉള്ളൊരു സ്റ്റിച്ചിങ് ഹബ്ബും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അത് അവളെ ഷോപ്പിലത്തെ ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടെയുള്ള നോർമൽ ടോപ്പുകളുണ്ട്, പിന്നെ നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. ആലിയ കട്ട് അങ്ങനെയുള്ള നല്ല വെറൈറ്റി കളേഴ്സും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർ ഓൺലൈൻ ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ആക്കി നോക്കുക കേട്ടോ. വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുക. പിന്നെ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് അവരെ വാട്സപ്പിലേക്കൊന്ന് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് റേറ്റും ഡീറ്റെയിൽസും ഒക്കെ അവർ പറഞ്ഞു തരുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അഫോർഡബിൾ റേറ്റാണ്. പക്ഷേ ഇത് മാത്രമുണ്ട് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. 2000 സംതിങ് വരുന്നുണ്ട്. ഇതിൽ പാൻറ്റും ഷോളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇത് ആലിയ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലില്ലേ, അതാണ് ഇത് കേട്ടോ. അപ്പോൾ നല്ലൊരു കളർ, ലൈറ്റ് കളറായിട്ടാണ് അത് വരുന്നത്. പിന്നെ ഇതാ കോട്ടുള്ള ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതൊക്കെ 1000 സംതിങ് ആട്ടോ വരുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള റേറ്റിലനുസരിച്ചിട്ട് അവർ അവിടെ ടോപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പല റേറ്റിലുള്ളതുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്പറിലേക്കൊന്ന് മെസ്സേജ് ആക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇത് അത്താണിക്കലാണ് കേട്ടോ വരുന്നത് ഈ ഷോപ്പ്. അപ്പോൾ അത്താണിക്കൽ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത്. തൊട്ടടുത്തൊരു ബ്യൂട്ടി പാർലറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അത് അവിടുത്തെ ഓരോരോ മോഡൽസൊക്കെ ഇങ്ങനെ കാണിച്ചു തരാണ്. ഇതും അതേപോലെ വേറൊരു കോട്ട് ടൈപ്പ് ടോപ്പാണ്. പിന്നെ ഇങ്ങനെ സെൻറ്ററിൽ കട്ട് ചെയ്ത് വരുന്ന അങ്ങനത്തെ ടൈപ്സാളുണ്ട്. ഇത് പിന്നെ ഇവിടെയുള്ള കളക്ഷൻസുകളിൽ അധികം ഇങ്ങനത്തെ ആലിയ കട്ട് അങ്ങനെ ഇതേപോലെ ടോപ്പ് അങ്ങനത്തെ ഒക്കെ ടൈപ്പാട്ടോ. പിന്നെ അവർ സ്റ്റിച്ച് ചെയ്ത് തരും. നിങ്ങൾ മോഡൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ സ്റ്റിച്ചാക്കി തരും. ഡിസൈൻ ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിസൈൻ ചെയ്യലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ വർക്കൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ സ്റ്റിച്ച് ചെയ്ത കുറേ കളക്ഷൻസുകളുണ്ട് കേട്ടോ ഈ ഓണത്തിന്. അപ്പം ഓണത്തിന് ഇടാൻ പറ്റിയിട്ടുള്ള വൈറ്റിൽ വരുന്ന കുറേ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ അവിടെ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതിലേയും കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ആക്കാം. ഞാൻ പറഞ്ഞില്ലേ അവർ ഡിസൈൻ ചെയ്ത് അടിച്ചതെന്ന്, അതാണ് കേട്ടോ ഇതൊക്കെ ഓരോരോ ടൈപ്സുകളാണ്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്.
പിന്നെ ചെരുപ്പ് ഐറ്റംസുകളുണ്ട്, ബാഗ് ഐറ്റംസുകളുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞത് പിറ്റേ ദിവസമായിട്ടാ. മോർണിംഗിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു ഉച്ചക്കത്തെ ഫുഡിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാ മോര് കറി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളരിക്ക ഇട്ടിട്ട് കേട്ടോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇനി അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് കഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് നല്ല സിമ്പിൾ പരിപാടിയാണ്. അപ്പം അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഉച്ചക്ക് ചോറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പരിപാടികളും കാര്യങ്ങളും ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഷൂട്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം നമ്മൾ പണി അവിടെ നിൽക്കും. പിന്നെ നമുക്ക് ഫുഡ് കറക്റ്റായിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലാക്കി ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഞാനിതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ കറി അത് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ബീട്രൂട്ട് ഇതാ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. കുറച്ച് പിന്നെ ഇതാ ഒരു മണി ടൈം ആയപ്പോൾ ഇതാ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ദാസമോളതാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഹോസ്പിറ്റലിലൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അവസ്ഥ. ഇവർ രണ്ടാൾ കൂടി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അങ്ങനെ ഒച്ചയും ബഹളവും ഫുള്ള് കലപിലായിരിക്കും.
അങ്ങനെ ഇപ്പോൾ അത് രണ്ടാളും ഇരുന്ന് സാരിയൊക്കെ ചുറ്റിത്തരാൻ പറഞ്ഞുകൊണ്ട് ഡാൻസൊക്കെ കളിക്കുകയാണ്. പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസുകൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ പുറത്ത് പോവുകയാണ്. പുറത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മാളിലൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ, കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളും മാത്രമുള്ള. അപ്പോൾ അതിലേക്ക് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ഓരോ ക്ലിപ്പാക്കി എടുത്തതാട്ടോ, നടന്നിട്ടാട്ടോ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതാ കുറച്ചും കൂടി പോകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതാ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ലിറ്റിൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേബി ഷോപ്പാട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നല്ല രസമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ. നമുക്ക് ഡ്രസ്സിൻ്റെ കുട്ടികളെ ഡ്രസ്സ് കടയിൽ കയറി കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് എല്ലാതും വാങ്ങാൻ തോന്നും. നല്ല അടിപൊളി കളക്ഷൻസാണൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ന്യൂ ബോൺ ആയിട്ടുള്ള കുട്ടികൾക്ക് പറ്റിയതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഞങ്ങളത് തൊപ്പി വാങ്ങാനാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഓരോന്ന് നോക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബില്ലടക്കാണ്. അപ്പോൾ ഇതാ അവിടെയുള്ള ഓരോരോ സാധനങ്ങളാണ് കേട്ടോ. അതൊക്കെ ഷൂസും കാര്യങ്ങളും നല്ല രസമുണ്ട് കേട്ടോ കുട്ടികൾക്ക്. കുട്ടികൾക്ക് എത്ര വാങ്ങിയാലും വീണ്ടും വീണ്ടും നമുക്ക് വാങ്ങാൻ തോന്നും. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ആണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഡിസ്ചാർജായി പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ എന്നാ നമ്മൾ പോകാമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കുറച്ച് ടൈം ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഡിസ്ചാർജ് ആവും. അപ്പം 4 days ആയിട്ട് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ